ഹായ് ഫ്രണ്ട്സ്, urmizvlogsലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്നൊരു ആൽബം ആണ് കാണാൻ പോകുന്നത്. ക്രാഫ്റ്റ് പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ്. ഇതിലുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോ കാണാം. ഞാൻ ചെയ്ത കോഴ്സിൻ്റെ പേര് ഫെവിക്രിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നാണ്. ഓൺലൈൻ ആയിരുന്നു ഈ കോഴ്സ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് കളർ വീലാണ്. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഈ കളർ വീല്. ഈ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇനി ഇത് ഞാൻ സ്ട്രോക്സിനെ കുറിച്ചൊരു ഫാബ്രിക്കിൽ ഞാൻ ചെയ്തൊരു വർക്കാണ്. ഈ ഫയലിൽ കാണുന്ന മിക്ക വർക്കും ഞാൻ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് സിമ്പിൾ ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കാണ്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡ്രൈ ഷെയ്ഡിങ് ആണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഡ്രൈ ഷെയ്ഡിങ്. ഇത് നമ്മൾ ഇപ്പോൾ കാണുന്നത് വെറ്റ് ഷെയ്ഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ അവർ പല രീതിയിലുള്ള ടെക്നിക്സ് നമുക്ക് പഠിപ്പിച്ചു തരും. അതപ്പോൾ ഏത് സർഫസിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു കോഴ്സ് ചെയ്താൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രീലാൻസ് സർട്ടിഫൈഡ് ഫെവിക്രിൽ ടീച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വർക്ക് എന്ന് പറയുന്നത് വെറ്റ് ഓൺ വെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കാണ്. ഇതും ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഈ വർക്ക് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ്. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം വെച്ച് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പില്ലോ കവറിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. അത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പാച്ച് വർക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. പാച്ച് വർക്ക് എന്ന് വെച്ചാൽ പഴയ തുണികളൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒരു ആഫ്രിക്കൻ ലേഡീനെയാണ് ഞാൻ ഫാബ്രിക്കിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ പ്രോഡക്ട്സ് മാത്രമാണ്. അതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വർക്ക്സും എല്ലാ പ്രൊജക്ട്സും നമ്മൾ ഫെവിക്രിലിൻ്റെ പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നിയോൺ വർക്കാണ്. അതായത് ഫെവിക്രിലിൻ്റെ നിയോൺ കളേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു വർക്കാണത്. ഞാനിപ്പോൾ ഒരു പഞ്ചാബി ഒരു ആണിനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതും ബ്ലാക്ക് ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത വർക്ക് എന്ന് പറയുന്നത് പേൾ കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ യോക്കിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. എന്തായാലും ഞാനിവിടെ ആകെ 2-3 കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള കളേഴ്സാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ കളർ മിക്സ് ചെയ്യാം, കളർ വീലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഹാൻഡ് മെയ്ഡാണ്. ലൈനേഴ്സും പിന്നെ പേൾ കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വർക്കാണ്. എൻ്റെ ഫയലിൽ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു വർക്കാണ്. അടുത്തതെന്ന് പറയുന്നത് സ്റ്റെൻസിൽ വർക്കാണ്. സ്റ്റെൻസിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ടാണ്. ഞാൻ പേപ്പർ സ്റ്റെൻസിലാണ്, ഹാൻഡ് മെയ്ഡ് സ്റ്റെൻസിൽ വെച്ചിട്ട് ടൈ ആൻഡ് ഡൈ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ദാബു ടെക്നിക്കാണ്. ദാബു ടെക്നിക്കിൻ്റെ സാരീസൊക്കെ നമുക്ക് കുറേ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഹാൻഡ് മെയ്ഡ് സ്റ്റെൻസിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കളറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സൺ പ്രിൻറ്റിംഗ് മെത്തേഡാണ്. അതും ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ലീഫാണ് ഞാനിപ്പോൾ ഇവിടെ സൺ പ്രിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടെക്നിക്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാൻ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ലിക്വിഡ് എംബ്രോയിഡറി ആണ്. കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ലിക്വിഡ് എംബ്രോയിഡറി, അതായത് ലൈനേഴ്സ് വെച്ചിട്ടാണ്. പക്ഷെ നമുക്ക് ദൂരം നിന്ന് കാണുമ്പോൾ കറക്റ്റ് എംബ്രോയിഡറി വർക്കായിട്ട് ത്രെഡ് വർക്കായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ട്യൂബ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ എല്ലാ വർക്ക്സ്, ഫ്രഞ്ച് നോട്ട്, മാജിക് സ്റ്റിക്ക്, കാന്ത വർക്ക്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത് ലൈനേഴ്സ് വെച്ചിട്ടാണ്. കണ്ടോ, ഈ ഒരു പീകോക്കിൻ്റെ ഈ ഒരു വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ലൈനേഴ്സ് വെച്ചിട്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കട്ട് വർക്കാണ്. കട്ട് വർക്കും ഇതും ഞാൻ ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള വർക്കാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇച്ചിരി ലെങ്തിയാണ്, അത് ഞാൻ ഇത്തിരി ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്.
അപ്പോൾ ഇത് ടൈ ആൻഡ് ഡൈ വർക്കാണ്, രണ്ടും ടൈ ആൻഡ് ഡൈ വർക്കാണ്. ഇതൊരു ടൈ ആൻഡ് ഡൈ സേഫ്റ്റി മാസ്ക് ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്, ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്. ഇനി അടുത്തത് ഇതൊരു കാർഡാണ്, സിംഗിൾ സ്ട്രോക്ക് യൂസ് ചെയ്തിട്ട്. നമ്മൾ സിംഗിൾ സ്ട്രോക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് അറിയാൻ ആഗ്രഹമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നല്ല രസമുള്ളൊരു കാർഡാണ് അവരുണ്ടാക്കാൻ പറഞ്ഞത്, അതുപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വർക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വർക്കാണ്. പിന്നെ ദേ ഞാൻ വേറൊരു വീഡിയോയിൽ ഇതുപോലെ ബോട്ടിൽസ് ഞാൻ കാണിച്ചിരുന്നു അല്ലേ, ബോട്ടിൽ പെയിൻറ്റിങ്. അതും ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടി, ഈ ഒരു പ്രൊജക്റ്റ് സബ്മിഷന് വേണ്ടി ഞാനത് യൂസ് ചെയ്തു. നമ്മൾ ഓൾറെഡി കുറേ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സബ്മിഷൻ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. എന്നുവെച്ചാൽ നമുക്ക് ദേവൂട്ടിയും കൂടെ വീട്ടിലുള്ളതുകൊണ്ട് കുറേ ടൈമൊക്കെ നമുക്ക് അങ്ങനെ പോവും. അതുകൊണ്ട് കുറേ ഒന്നും നമുക്ക് അവർ പറഞ്ഞ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഓൾറെഡി ഉള്ള വർക്ക്സും കൂടെ ഞാൻ ഈ സബ്മിഷനിലേക്ക് കയറ്റിയത് കാരണം സത്യം പറഞ്ഞാൽ എൻ്റെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലെങ്തി ആയിരുന്നു. ഇതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള ഡെക്കോപ്പേജ് വർക്കാണ്. ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, എന്തായാലും ഇതിൻ്റെ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് ഡെക്കോപ്പേജ് വർക്ക്. ഈ ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ നമുക്കൊരു കരിയറൊക്കെ നമുക്കൊന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള നമ്മുടെ ജ്വല്ലറിയാണ്, അതും ഞാൻ ആക്ച്വലി ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുവാണ്. നമ്മൾ 3 ജ്വല്ലറീസ് ആ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു അല്ലേ, അത് തന്നെയാണ്, സെയിം ആണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു ജിറാഫ്, ഒരു ബേബി ജിറാഫ് നമ്മൾ വേസ്റ്റ് മെറ്റീരിയലും പിന്നെ മോൾഡിറ്റും ഫെവിക്രിൽ മോൾഡിറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അതാണത്. ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് മോൾഡിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് നമ്മൾ നമ്മുടെ കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഗ്ലാസ് ആണ്. അതിൽ ഞാനൊരു ഫെവിക്രിൽ മോൾഡിറ്റിൻ്റെ ഒരു വർക്ക് ചെയ്തതാണ്. ഇത് നമ്മൾ ക്യാൻവാസിൽ മോൾഡിറ്റ് യൂസ് ചെയ്തിട്ട് പിന്നെ ജൂട്ട് ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് വേറൊരു വർക്ക് ഞാൻ മുന്നേ ചെയ്തതാണ്, പക്ഷേ ഈ ഒരു വർക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്തു എന്ന് മാത്രം. ഇനി ഒരു മധുബനി ആർട്ട് അവർ ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് ഞാനിപ്പോൾ ഒരു ക്ലോക്ക് പീസിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വർക്ക്. ഇതിൻ്റെ വേണമെങ്കിൽ വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും കുറേ പേർക്ക് ഇഷ്ടമുള്ളൊരു ആർട്ടാണ് മധുബനി. ഇത് ഗോണ്ട് ആർട്ടാണ്. ഇത് ഞാനൊരു ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഡെക്കോറിൽ പെടുന്നതാണ് കേട്ടോ. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ ഉണ്ട് ക്രാക്ലിംഗ് മീഡിയയുടെ അല്ലേ, ഒരു വിൻറ്റേജ് ബുക്കാണ് ഞാനവിടെ ചെയ്തത്. ഇത് ഞാനൊരു ബോക്സിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതും അവർ പഠിപ്പിച്ചൊരു ടെക്നിക്കാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ ഒരു വാച്ച് ബോക്സ് ഉണ്ട്, അതിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഡൂഡ്ലിംഗ് വർക്കാണ്. പിന്നെ ഇത് നിയോൺ ലൈനേഴ്സ് മാത്രം വെച്ചിട്ട് നമ്മുടെ ഒരു കപ്പിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ മ്യൂറലാണ്, ഒരു ബുദ്ധ മ്യൂറൽ ചെയ്തതാണ്. ടെക്സ്ചർ പെയിൻറ്റിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാർലി വർക്കാണ്. വാർലി വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ചുരിദാറിലാണ്. ഇതാണ് നമ്മുടെ വാർലി വർക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ആകെ ഫെവിക്രിലിൻ്റെ പ്രൊഡക്ട്സ് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഫെവിക്രിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ്റെ ഫയൽ എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം 18ഓളം ടെക്നിക്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ അവിടെ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടെ എനേബിൾ ചെയ്താലേ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.